മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ ആണ് നടക്കാനുള്ളത്. അത് ഒരു 200 മീറ്റർ പിന്നെ കാട്ടിൽ കൂടിയും ബാക്കി പാറയിൽ കൂടി കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ കയറ് പിടിച്ചൊക്കെ കയറി വേണം നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താൻ. അതിന് മുൻപ് കുളിക്കേണ്ടവർക്ക് താഴെ ഇറങ്ങി കുളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴി വേറെയാണ്. ആദ്യം വന്ന വഴിയിൽ കൂടെ തന്നെ തിരിച്ചു പോകേണ്ട, വേറെ വഴിക്കാണ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഒക്കെ ആയിട്ട് കുറച്ച് ഒരു നാച്ചുറൽ പാർക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്കായിട്ട്. അതൊക്കെയാണ് ഇപ്പം ഇവിടെ ഉള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ മീൻമുട്ടി വെള്ളച്ചാട്ട ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് ഞങ്ങൾ ജീവനക്കാരൊക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് തരുന്നത്. എങ്കിലും ഇതിനൊരു ജനകീയ സമിതി കൂടിയുണ്ട്. വനസംരക്ഷണ സമിതി എന്ന് പറയും, വാരാമ്പറ്റ വനസംരക്ഷണ സമിതി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കീഴിൽ 350ഓളം പിന്നെ ആളുകൾ അതിൽ ഈ വനസംരക്ഷണ സമിതിയിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ആ മെമ്പർമാരാണ് ഇവിടെ ഡ്യൂട്ടിക്കായിട്ട് വരുന്ന ആളുകൾ. അതിൽ ഇത് തുടക്കത്തിൽ കുറഞ്ഞ ആളുകളെ വെച്ച് ആയിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അതിപ്പോൾ നമ്മൾ കണ്ട ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് അതിന്റെ മുകളിൽ നിന്നാണ് ഈ പ്രദേശത്തെല്ലാം കുടിക്കാൻ വെള്ളം എടുക്കുന്നത്. അപ്പൊ ആ കുടിവെള്ളം വേറെ ആളുകളൊക്കെ വന്ന് ഇതിന് മുകളിലോട്ട് കയറി മലിനമൊക്കെ ആക്കിയപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, കുടിവെള്ളം സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ പദ്ധതിയാണ് ഇപ്പം ഈ മീൻമുട്ടി ഇങ്ങനെ ഒരു ഇക്കോ ടൂറിസം ആയിട്ടൊക്കെ വളർന്ന് വലുതായിരിക്കുന്നത്. അപ്പൊ കുടിവെള്ളം സംരക്ഷിച്ചു, കുറെ ആളുകൾക്ക് പണിയും കിട്ടി. അന്ന് കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ജോലിക്കായിട്ട്. ഇപ്പൊ ഏതാണ്ട് 50ഓളം ആളുകൾ ഇതില് പിന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഈ വെള്ളച്ചാട്ടം കൂടാതെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ബാണാസുര മലയിലേക്ക് ട്രെക്കിംഗ് ഉണ്ട്. അത് ഒരു 11 കിലോമീറ്റർ ആണ് ട്രെക്കിംഗ് ഉള്ളത്. അത് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-3:30 ആകുമ്പോഴേക്ക് തിരിച്ച് എത്തുന്ന രീതിയിലാണ്. അപ്പൊ അതിനു വേണ്ടി ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10 ആളുകൾ അവരെ തിരഞ്ഞെടുത്ത് അതിന് ജോലിക്ക് പോകുന്നുണ്ട്. വരുന്ന ആളുകളുടെ കൂടെ ഒരു 10 ആളടങ്ങുന്ന ഗ്രൂപ്പിന് ഒരു ഗൈഡ് എന്ന രീതിയിൽ അങ്ങനെ 10 പേര് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ട്രെക്കിങ്ങിന് പോകാൻ ഒരു കോടതിയുടെ ഒരു വിധിയുണ്ട്. 75 സന്ദർശകർക്ക് അങ്ങോട്ട് മലയ്ക്ക് കയറാൻ അനുവാദമുള്ളൂ. അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ദിവസം ഒരു 500 ആൾക്ക് പ്രവേശനമുള്ളൂ. അതും കോടതി വിധിയാണ്. അപ്പോൾ ഈ തിരക്കുള്ള സമയങ്ങളിലൊക്കെ, അതായത് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിലൊക്കെ നമുക്ക് ഒരു ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ 500 ടിക്കറ്റ് തീരും. ചില ദിവസങ്ങളിൽ 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് 10-11 ആയപ്പം തീർന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുള്ളത്. നമ്മൾ ഈ ബാണാസുര മലയിലേക്ക് ട്രെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ട്രെക്കിങ്ങിന് പോകുമ്പോൾ കാണാൻ നമുക്ക് മിക്കവാറും ആനയെ കാണാം. ആന, കാട്ടി, പിന്നെ മാനൊക്കെ അപൂർവമായിട്ടുണ്ട്. ആന മിക്കവാറും ഉണ്ടാകും. പിന്നെ നമ്മുടെ ഈ ബാണാസുര മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വയനാട്ടിൽ ആദ്യമായിട്ട് കണ്ട ബാണാസുര ചിലപ്പൻ എന്ന് പറയുന്ന പക്ഷിയെ കണ്ടത് നമ്മുടെ ബാണാസുര മലയിലാണ്. അത് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇപ്പം ചെമ്പ്ര പീക്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ബാണാസുര മലയിലാണ് ഈ ബാണാസുര ചിലപ്പൻ, ബാണാസുര ലാഫിംഗ് ഫിഷ് അതിനെ കണ്ടത്. അതൊക്കെയാണ് നമ്മുടെ ബാണാസുര മലയിലെ പ്രത്യേകത. വയനാട്ടിൽ ഇത് മാത്രമല്ല കേട്ടോ മീൻമുട്ടിയുള്ളത്. വേറെ ഇതിന്റെ മറുസൈഡ് മക്കിയാട് മീൻമുട്ടിയുണ്ട്. പിന്നെ വേറൊരു മീൻമുട്ടിയും കൂടെ വലിയ വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിപ്പോ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ മീൻമുട്ടി എന്ന് പേര് വരാൻ കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഈ വെള്ളം കയറുന്ന, മഴയൊക്കെ ഉള്ള സമയത്ത് വെള്ളം കയറുന്ന സമയത്ത് മീൻ താഴെ നിന്ന് മുകളിലോട്ട് കയറി വരികയായിരുന്നു. അപ്പൊ ഈ മീൻ വന്ന് മുട്ടുന്ന സ്ഥലം, താഴേന്ന് കയറി വന്ന് മുകളിലോട്ട് കയറി പോകാൻ പറ്റാതെ ആവുന്ന ആ സ്ഥലം, അതാണ് മീൻമുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പഴയ ആളുകൾ പറഞ്ഞ് അറിയപ്പെടുന്നത്.